സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം അതിരൂക്ഷം. വയനാട് മുടക്കൊല്ലിയിൽ കാട്ടാനകളെ തുരത്താൻ കുങ്കിയാനയെ എത്തിച്ചു. വൈത്തിരി തളിമലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ RRT വനത്തിലേക്ക് തുരത്തി. കോഴിക്കോട് കക്കടംപൊയിലിൽ വീണ്ടും കാട്ടാന ആക്രമണമുണ്ടായി. കഴിഞ്ഞ ദിവസമാണ് മൂടക്കൊല്ലിയിൽ മുത്തിമല അഭിലാഷിനെ കാട്ടാന ആക്രമിച്ചത്. പ്രദേശവാസിയായ ഓട്ടോ ഡ്രൈവർ ബിനു അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഓട്ടോറിക്ഷയുടെ പിറകുവശത്ത് കാട്ടാന കുത്തി. കുംകിയാനകളെ ഇറക്കി പ്രതിരോധിക്കാനൊരുങ്ങുകയാണ് വനം വകുപ്പ്. ഇതിനായി മുത്തങ്ങയിൽ നിന്ന് പ്രമുഖ എന്ന ആനയെ എത്തിച്ചു. ഞാൻ ഇന്നലെ 9 മണിയോട് വിട്ട് വണ്ടി വാഹന സൈഡാക്കിയിട്ട് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുമായിരുന്നു. പെട്ടെന്ന് തന്നെ ആന കാറിക്കൊണ്ട് പുറകെ വന്നിട്ട് ചിഹ്നം വിളിച്ചിട്ട് എനിക്കിട്ട് കുത്താൻ വേണ്ടി പാഞ്ഞു വന്നു. ഞാൻ വരുന്ന കാണുന്നത്. ഞാൻ അന്നേരം തന്നെ ഒഴിഞ്ഞ് മാറി വണ്ടി സൈക്കിൾ ഓടി ആ കുത്ത് വണ്ടിക്കിട്ട് കൊണ്ടു. തിരിച്ചു വന്നിട്ട് വീണ്ടും ഇടിച്ചു വന്നിട്ട് ഈ കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് അതിരൂക്ഷമായിട്ടുള്ള കാട്ടാനയുടെ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനോടനുബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ ദിവസം വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ച് ആളുകളെ മൂടക്കൊല്ലിയിലെ പ്രദേശവാസികൾ മുഴുവൻ തന്നെ ആ സമരത്തിൽ ഒത്തൊരുമയോടുകൂടി പങ്കെടുക്കുകയും അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ കുങ്കിയാന ഇവിടെ എത്തിയിട്ടുള്ളത്. തളിമലയിൽ ഇറങ്ങിയത് ഒരു കുട്ടിയാന ഉൾപ്പെടെ 5 ആനകൾ. വനംവകുപ്പ് സംഘം ഇവയെ കാട് കയറ്റി. കോഴിക്കോട് കക്കടാംപൊയിൽ പ്രദേശത്ത് കാട്ടാന വൃദ്ധ ദമ്പതികളുടെ വീട് പൊളിച്ചു. തൃശൂർ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്തും കാട്ടാന എത്തി. ഏറെ നേരം കാട്ടാന മതിലിനകത്ത് നിലയുറപ്പിച്ചു. 24 വയനാട്, കോഴിക്കോട്.